നമ്മുടെ സ്വകാര്യതയിലേക്ക് അങ്ങനെയൊന്നും നാം ആർക്കും എൻട്രി പാസ് കൊടുക്കാറില്ല. എന്നാൽ ചുരുക്കം ചില മനുഷ്യരുണ്ട്. അവർ എൻട്രി പാസ് കൊടുത്തില്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിൽ കയറും. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കഥയെ കുറച്ചും കൂടി ആകർഷകമുള്ളതാക്കും. സമരിയയിൽ പണ്ടൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ആരും കാണാതെ വെള്ളം കോരാൻ വന്നപ്പോൾ കിണറ്റിൻകരയിൽ യേശു കാത്തിരുന്നു. എന്നിട്ട് അവളുടെ സ്വകാര്യതയിൽ എൻട്രി പാസ് ഇല്ലാതെ തന്നെ കയറി അവളുടെ കഥയെ കുറച്ചും കൂടി ആകർഷകമാക്കി തീർത്തു. പിന്നീട് അവൾ ആ കിണറ്റിൻകരയിൽ നിന്ന് പോയത് കുറച്ചും കൂടി മനോഹരമുള്ളൊരു ജീവിതത്തിലേക്കാണ്. പ്രിയമുള്ളവരെ, ചില എൻട്രി പാസുകളൊന്നും അങ്ങനെയൊന്നും നാം കൊടുത്തില്ലെങ്കിലും കൊടുക്കാതെ കയറി വരുന്ന ചില മനുഷ്യരില്ലേ, അവർക്കൊക്കെ ദൈവത്തിൻ്റെ സുഗന്ധമാണ്. അവർ കയറിയതിന് ശേഷമായിരിക്കും കുറച്ചും കൂടി ആകർഷകമുള്ളൊരു ജീവിതം നമുക്കുണ്ടാകുന്നത്. അങ്ങനെയല്ലേ?